dear students, welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam channelലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതാ നിങ്ങൾ ബാക്കിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ അഡ്മിറ്റ് കാർഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നാണ്. നിങ്ങൾ അഡ്മിറ്റ് കാർഡിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. സോ എന്ന് അഡ്മിറ്റ് കാർഡ് വരുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നേ ദിവസം തൊട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഒരു പീക്ക് ടൈം എന്ന് പറയുന്ന ഒരു 28th നമുക്ക് കുറച്ച് കൂടുതൽ പ്രതീക്ഷിക്കാം. 28th ആണ് മിക്കവാറും വരാനുള്ള സാധ്യതകൾ. ഓക്കെ, സോ ഈ 28th അടുത്ത് കുറച്ച് മുന്നോട്ടോ കുറച്ച് പുറകോട്ടോ ചില വ്യത്യാസങ്ങൾ, ഡേറ്റിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരാം. ഓക്കെ, എന്നിരുന്നാൽ പോലും നമുക്ക് 28th കൂടെ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. ഓക്കെ, യെസ്. ഇനി അഡ്മിറ്റ് കാർഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം? നമുക്കറിയാം, നമ്മൾ കുറേ ഡൗൺലോഡൊക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മിസ് ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാമെന്ന് വിചാരിച്ച് ഈ വീഡിയോ നിങ്ങൾ കാണാതിരിക്കരുത്. കാരണം എന്താണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് മിസ്റ്റേക്സ് ആണ് പറയുന്നത്. നിങ്ങൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ എക്സാം ഹാളിൽ എത്തുന്നതിന് മുമ്പ് വരെ ആ അഡ്മിറ്റ് കാർഡിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ നിങ്ങൾ ചെയ്യരുത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഒരു ലൈൻ പോലും നിങ്ങൾ മിസ്സാക്കരുത്. നിങ്ങളുടെ ലൈഫിൻ്റെ, നിങ്ങളുടെ ഒരു കരിയറിൻ്റെ, നിങ്ങളുടെ ഒരു സ്വപ്നത്തിലേക്കുള്ള വഴിയാണ് ഈ അഡ്മിറ്റ് കാർഡ്. സോ അവിടെ നിങ്ങൾ മിസ്റ്റേക്സ് ഒന്നും ചെയ്യരുത്. അതിന് വേണ്ടിയിട്ടാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. സോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അക്കാര്യത്തിൽ നിങ്ങൾ സെൽഫിഷ് ആവരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് നിങ്ങളുടെ ഫ്രണ്ട്സ് ചെയ്യുമെന്ന് തോന്നുവാണെങ്കിൽ, അതുപോലെ അത് അവർക്ക് അറിയത്തില്ല എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അതുപോലെ ടെലഗ്രാം ചാനൽ, ഓക്കെ, ടെലഗ്രാം ചാനലിൽ നമ്മുടെ ഫിസിക്സിൻ്റെ മൈൻഡ് മാപ്സ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. സോ പെട്ടെന്ന് തന്നെ നിങ്ങളിലോട്ട് അത് എത്തുന്നതായിരിക്കും. സോ വേഗം നമ്മുടെ ടെലഗ്രാം ചാനലിൽ പോയി ജോയിൻ ചെയ്യുക. മൈൻഡ് മാപ്സ് ഒക്കെ നോക്കി പെട്ടെന്ന് പഠിക്കുക. ഓക്കെ, യെസ്. അപ്പം നമ്മൾ അഡ്മിറ്റ് കാർഡിലോട്ട് വരുവാണ്. അഡ്മിറ്റ് കാർഡ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് നമുക്കറിയാം. നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് neet.nta.nic.in എന്നാണ് നമ്മുടെ സൈറ്റ്. സോ അവിടെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ലിങ്ക് ആക്ടിവേറ്റ് ആയിട്ടുണ്ടായിരിക്കും. അതായത് ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് ആക്ടിവേറ്റ് ആയിട്ടുണ്ടായിരിക്കും. സോ നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? യെസ്, നമ്മൾ അവിടെ അവർ ആപ്ലിക്കേഷൻ നമ്പർ ചോദിക്കും, ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും. അതുപോലെ അവിടെ ഒരു സെക്യൂരിറ്റി കോഡ് ഉണ്ട്, അത് നമ്മളോട് ടൈപ്പ് ചെയ്യാൻ പറയും. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരെ പോകുന്ന ഒരു പേജ് എന്ന് പറയുന്നത് അണ്ടർടേക്കിംഗ് എന്ന് പറയുന്ന ഒരു പേജിലോട്ടാണ്. സോ ആ ഒരു പേജിൻ്റെ പ്രത്യേകത, അത് കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. സോ കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും അത് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ബട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സോ അതിൽ സ്പെസിഫിക്കലി ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് ഉണ്ടോ എന്നുള്ളതാണ്. സോ ലൈക്ക് കഫ്, ഹെഡ് ഏക്ക് ഒക്കെ. സോ അത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് സ്പെസിഫൈ ചെയ്യുക. ഇല്ലെങ്കിൽ ചുമ്മാ തമാശയ്ക്കാണെങ്കിൽ പോലും എനിക്ക് കഫ് ഉണ്ട്, ഹെഡ് ഏക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇട്ടേക്കരുത്. സോ അത്തരം മിസ്റ്റേക്സ് ഒഴിവാക്കുക. നിങ്ങൾക്ക് ഒരു സിംറ്റവും ഇല്ല എന്നുണ്ടെങ്കിൽ അത് സ്പെസിഫൈ ചെയ്യുക. ദെൻ അതുപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഈ കോവിഡ് ഉള്ള ആരെങ്കിലുമായിട്ട് നിങ്ങൾ ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ടോ എന്നാണ്. സോ അത് ഇല്ലെങ്കിൽ ഇല്ല എന്ന് കൊടുക്കുക. ഒരുപാട് കോംപ്ലിക്കേഷൻസിലോട്ടൊന്നും പോകരുത്, തെറ്റിച്ച് കൊടുക്കരുത്. ഓക്കെ, അതുപോലെ തന്നെ ചോദിക്കുന്നത്, നിങ്ങൾ കണ്ടെയ്ൻമെൻറ്റ് സോൺ, അതായത് ഇങ്ങനെ കോവിഡ് കുറച്ച് കൂടുതലായിട്ടുള്ള ഏരിയാസിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ട്രാവൽ ചെയ്തിട്ടുണ്ടോ? ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. സോ ഇത്തരം ചോദ്യങ്ങൾ ഈ വർഷം നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഇതിപ്പം കഴിഞ്ഞ വർഷം വന്നതിൻ്റെ ബേസിലാണ് നമ്മൾ പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് സബ്മിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു അപ്ലിക്കേഷൻ ഫോം ഒരു അഡ്മിറ്റ് കാർഡ് നമുക്ക് വരും. ഓക്കെ, ഞാൻ തെറ്റ് അഡ്മിറ്റ് കാർഡിന് അപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നുണ്ട്. സോ ക്ഷമിക്കുക, നമ്മുടെ അഡ്മിറ്റ് കാർഡാണ് നമ്മുടെ മെയിൻ. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ അഡ്മിറ്റ് കാർഡ് വരും. അഡ്മിറ്റ് കാർഡിൽ ഈ പറഞ്ഞതുപോലെ എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. നമ്മുടെ പേര്, നമ്മുടെ റോൾ നമ്പർ, ജെൻഡർ, കാറ്റഗറി, സ്ക്രൈബിന് ആവശ്യമുണ്ടോ ഇല്ലയോ, അതുപോലെ തന്നെ അപ്ലിക്കേഷൻ നമ്പർ, ഫാദറിൻ്റെ പേര്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. ദെൻ താഴത്തോട്ട് വരുമ്പം ഇതൊന്നും നമ്മൾ ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ വരുമ്പം കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോ. ഓക്കെ, കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോ സെയിം ആസ് അപ്ലോഡഡ് ഓൺ ആപ്ലിക്കേഷൻ ഫോം ടു ബി പേസ്റ്റഡ് ബിഫോർ റീച്ചിങ് ദി സെൻറ്റർ. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ബിഫോർ റീച്ചിങ് ദി സെൻറ്റർ. ഓക്കെ അല്ലേ? സോ നിങ്ങൾ സെൻറ്ററിലോട്ട് എത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതായത് നിങ്ങൾ അപ്ലിക്കേഷൻ ഫോമിൽ കൊടുത്ത അതേ ഫോട്ടോ ഇവിടെ നിങ്ങൾ പേസ്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഹാളിലോട്ട് കയറാനായിട്ട്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് എന്താണ്? കാൻഡിഡേറ്റ്സ് ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ. ഓക്കെ, ടു ബി പുട്ട് ബിഫോർ റീച്ചിങ് ദി സെൻറ്റർ. ഓക്കെ, അപ്പം സെൻറ്ററിൽ എത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ. ലെഫ്റ്റ് ഹാൻഡിൻ്റെ തമ്പ് ഇംപ്രഷനാണ്, തെറ്റി ചെയ്യരുത്. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷനാണ് വേണ്ടത്. ദെൻ നെക്സ്റ്റ് കാൻഡിഡേറ്റ്സ് പാരൻറ്റ് സിഗ്നേച്ചർ. ഇതും നിങ്ങൾ എന്ത് ചെയ്യണം? വീട്ടിൽ നിന്ന് ചെയ്തിട്ട് വരണം. കാരണം നിങ്ങൾക്കറിയാം, ഗേറ്റിനുള്ളിലോട്ട് നിങ്ങളുടെ പാരൻസിനെ അനുവദിക്കില്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാരൻസിൻ്റെ സിഗ്നേച്ചർ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ നിന്ന് ഇട്ടിട്ട് വേണം വരാനായിട്ട്. ഓക്കെ അല്ലേ? യെസ്. ദെൻ കാൻഡിഡേറ്റ് സിഗ്നേച്ചർ, അത് നിങ്ങൾ എക്സാമിൻ്റെ അന്ന്
എക്സാമിനറുടെ മുമ്പിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഓക്കെ, ഓർഡറൊക്കെ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇത് തന്നെയായിരിക്കും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ ഉണ്ടാകുന്ന ഡീറ്റെയിൽസ്. സോ നിങ്ങൾക്കറിയാം, നിങ്ങൾ ചെയ്തു വരേണ്ട കാര്യങ്ങൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിച്ചിട്ട് വരണം. അതുപോലെ തന്നെ നിങ്ങളുടെ പാരൻസിൻ്റെ സിഗ്നേച്ചർ ഇവിടെ, നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയോ സിഗ്നേച്ചർ ഇവിടെ വേണം. ദെൻ സെക്കൻഡ് തിങ് ഇസ് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ്, തെറ്റിക്കരുത്, ലെഫ്റ്റ് ഹാൻഡ് ഇംപ്രഷനാണ് വേണ്ടത്. ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷനാണ് വേണ്ടത്. ഒരിക്കലും തെറ്റിക്കരുത്, മിസ്റ്റേക്ക് ചെയ്യരുത്. ഓക്കെ, ദെൻ നിങ്ങളുടെ സിഗ്നേച്ചർ ഇൻവിജിലേറ്ററിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? യെസ്. ഇനി നമ്മുടെ സെക്കൻഡ് പേജിലോട്ട് വരുമ്പം ഇവിടെ നമ്മുടെ പോസ്റ്റ് കാർഡ് സൈസിലുള്ള ഒരു ഫോട്ടോ നിങ്ങൾ പേസ്റ്റ് ചെയ്യണം. അതും നിങ്ങൾ എപ്പോൾ ചെയ്യേണ്ടതാ? സെൻറ്ററിലോട്ട് എത്തുന്നതിന് മുമ്പ് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഓക്കെ, പ്ലീസ് പേസ്റ്റ് എ പോസ്റ്റ് കാർഡ് സൈസ് കളർ ഫോട്ടോഗ്രാഫ് ഹിയർ ബിഫോർ റീച്ചിങ് ദി സെൻറ്റർ. Okay, before reaching the center, the candidate and the invigilator to sign across the photograph as indicated in the instructions below. ഓക്കെ, സോ ഇൻസ്ട്രക്ഷൻസിൽ തന്നിരിക്കുന്ന പോലെ സിഗ്നേച്ചർ ഇവിടെ വരണം. സോ ഇൻസ്ട്രക്ഷൻ നമുക്ക് പറയാം. ദെൻ നെക്സ്റ്റ് സിഗ്നേച്ചർ ഓഫ് ഇൻവിജിലേറ്റർ ആണ്. അതായത് നിങ്ങളുടെ ഹാളിൽ നിങ്ങൾ ഇൻവിജിലേറ്റ് ചെയ്യുന്ന ടീച്ചറുടെ സിഗ്നേച്ചറാണ് വേണ്ടത്. അതുപോലെ തന്നെ എഗെയിൻ നിങ്ങളുടെ ഒരു സിഗ്നേച്ചറും കൂടെ വേണം. കാൻഡിഡേറ്റിൻ്റെ വൺ മോർ സിഗ്നേച്ചർ വേണം. ടു ബി സൈൻഡ് ഓൺ ദ ഡേ ഓഫ് എക്സാമിനേഷൻ ഇൻ ദി എക്സാമിനേഷൻ ഹാൾ ഇൻ ഫ്രണ്ട് ഓഫ് നമ്മുടെ ഇൻവിജിലേറ്റർ. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം വീട്ടിൽ നിന്ന് ചെയ്തു വരേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് മക്കളെ? യെസ്, നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. അതുപോലെ തന്നെ അത് നിങ്ങൾ പേസ്റ്റ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. ദെൻ അതുപോലെ തന്നെ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ വേണം, ചെയ്തിട്ട് വേണം വരാൻ. പാരൻസിൻ്റെ സിഗ്നേച്ചർ നിങ്ങൾ എടുത്തിട്ട് വേണം വരാനായിട്ട്. സിഗ്നേച്ചർ ഇട്ടിട്ട് വേണം വരാനായിട്ട്. ദെൻ നെക്സ്റ്റ് ഇസ് നിങ്ങളുടെ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ, ഇതും പേസ്റ്റ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. ബാക്കി നിങ്ങളുടെ സിഗ്നേച്ചറും ഇൻവിജിലേറ്ററുടെ സിഗ്നേച്ചറും ഒബിയസ്ലി നിങ്ങൾ എക്സാം ഹാളിൽ എത്തിയതിന് ശേഷം. ഓക്കെ അല്ലേ? യെസ്. Instructions for candidates. The candidate to paste a latest കളർ യെസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വേണം. അതുപോലെ തന്നെ നമ്മുടെ ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫും വേണം. Okay, then invigilator shall ensure that photograph and signature on the page matches with the photograph and signature. നമ്മുടെ അപ്ലിക്കേഷൻ ഫോമിൽ ഉണ്ടായിരുന്ന ഈ രണ്ട് ഫോട്ടോസായിട്ട് അപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പാസ്പോർട്ട് സൈസും അതുപോലെ പോസ്റ്റ് കാർഡ് ഫോട്ടോയും ഇതും മാച്ച് ചെയ്യുന്നില്ല എന്നുള്ളത് ഇൻവിജിലേറ്റർ ചെക്ക് ചെയ്യും. അതുകൊണ്ട് പഴയ ഒരു ഫോട്ടോ ആയിട്ടൊന്നും വരരുത്. നിങ്ങൾ ഏതാണോ അപ്ലിക്കേഷൻ ഫോമിൽ കൊടുത്ത ഫോട്ടോ അത് തന്നെ ആയിരിക്കണം ഇവിടെ നിങ്ങൾ പോസ്റ്റ് കാർഡ് സൈസ് ആണെങ്കിലും പാസ്പോർട്ട് സൈസ് ആണെങ്കിലും നിങ്ങൾ പേസ്റ്റ് ചെയ്യാനായിട്ട് അതൊരിക്കലും മറക്കരുത്. ഓക്കെ, then the candidate to sign across the photograph on left side വേണം നിങ്ങൾ ഫോട്ടോഗ്രാഫ് സൈൻ ചെയ്യാനായിട്ട്. the invigilator should sign across the photograph of the candidate of the right side. സോ ആ ഇൻസ്ട്രക്ഷൻസ് ആണ്. സോ ഇതുപോലെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുന്നത്. അതായത് നിങ്ങളുടെ എക്സാമിന് വേണ്ട എല്ലാ കാര്യങ്ങളും, എക്സാം സെൻറ്റർ, അതുപോലെ സ്ക്രൈബിന് വേണോ വേണ്ടയോ അതിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഇതുപോലെ ഫോട്ടോസ് നിങ്ങൾ പേസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ദെൻ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അഡ്മിറ്റ് കാർഡിൽ ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ അഡ്മിറ്റ് കാർഡ് എടുത്തിട്ട് വേണം പോകാനായിട്ട്. അതൊന്നും ആരും മറക്കരുത്. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് അഡ്മിറ്റ് കാർഡ് വരുന്നതിന് മുമ്പ്. സോ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ സ്പെസിഫൈ ചെയ്തിട്ട് നമ്മൾ കുറച്ചുകൂടെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. സോ ആരും പേടിക്കേണ്ട, ടെൻഷനുള്ളവർ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക, നമ്മൾ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ടു വേദാന്തു മലയാളം ചാനൽ ഫോർ മോർ വീഡിയോസ്. അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം നമ്മുടെ ടെലഗ്രാം ചാനൽ ആരും മറക്കരുത്. യെസ്, അപ്പം ബൈ ബൈ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്.